പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെയാമി. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം, നിങ്ങൾ സൂചിപ്പിച്ചാൽ മതി. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, എനിക്കറിയാവുന്ന തരത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ വിശ്വാസ പ്രമാണത്തെ പറ്റിയാണ്. പലപ്പോഴും ഇതിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും വിശുദ്ധ കുർബാന മധ്യേ പള്ളികളിൽ വായിക്കുന്ന വിശ്വാസ പ്രമാണം 2-3 തെറ്റെങ്കിലും ഉണ്ടായിരിക്കും. അത് പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്നും കാണുന്നില്ലെന്ന് എനിക്കറിയാം. എന്നാലും വീഡിയോ കാണുന്നവരെന്തെങ്കിലും തെറ്റ് തിരുത്തട്ടെ എന്ന് വിചാരിച്ചു. മൊബൈലിലൊക്കെ വിശുദ്ധ കുർബാന കാണുമ്പോഴും പലരും തെറ്റായിട്ടാണ് അത് വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശരിയായൊരു രൂപം ഞാൻ ഇതിൻ്റെ താഴെ ഇടുന്നുണ്ട്, അത് ശ്രദ്ധിക്കാം. പറയുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കില്ല, എഴുതി കാണിക്കുമ്പോഴും നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണത്തിലാണ് ഇരിക്കുന്നത്. AD 325 നിഖ്യ മുതലായ സുന്നതദോസുകളിൽ തീരുമാനിക്കപ്പെട്ട സത്യവിശ്വാസമാണ് നമുക്കുള്ളത്. ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ഇന്ന് ആർക്കും സാധിച്ചിട്ടില്ല, ആരെ കൊണ്ടും പറ്റില്ല. വിശ്വാസ പ്രമാണം രൂപീകരിച്ചിരിക്കുന്നത് തന്നെ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, വേദപുസ്തകം ഉണ്ടാകുന്നതിന് മുമ്പാണ്, അല്ലെങ്കിൽ വേദപുസ്തകം ക്രോഡീകരിക്കപ്പെടുന്നതിന് മുമ്പാണ് പരിശുദ്ധ പിതാക്കന്മാർ ഈ സത്യവിശ്വാസം എഴുതിയുണ്ടാക്കിയത്. പക്ഷേ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വന്നേക്കുന്നത്. അതൊക്കെ ഒരു അത്ഭുതമല്ലേ അത്. AD 325 നിഖ്യ മുതലായ സുന്നതദോസ് കൂടിയത്. വേദപുസ്തകം ക്രോഡീകരിക്കപ്പെടുന്നത് AD 367 ആ കാലഘട്ടത്തിലാണ് എൻ്റെ ഓർമ്മ. അത് കുറച്ച് വ്യത്യാസം വന്നേക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ താഴെ പറയുന്ന വേദഭാഗം, താഴെ പറയുന്ന വിശ്വാസ പ്രമാണം ശരിക്കും ശ്രദ്ധിച്ച് വായിക്കുക. ഇതിൻ്റെ അവസാനം ആമീൻ പറഞ്ഞ് പലരും നിർത്താണ്. അത് ഇപ്പോൾ ഈ ഗായകസംഘം വന്നതോടുകൂടി അവർക്ക് പാട്ട് പാടാൻ കൂടുതൽ സമയം കിട്ടാൻ വേണ്ടിയിട്ട് ആമീൻ പറഞ്ഞ് വേഗം അവർ പാട്ടിലേക്ക് കിടന്നു, യാചിക്കുന്ന എന്ന പ്രാർത്ഥനയിലേക്ക് കിടന്നു. കടവിലെ തിരുമേനി ഡോക്ടർ പൗലോസ് അത്താറസ് തിരുമേനി ഞങ്ങൾ പഠിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന അധ്യായം അദ്ദേഹം പറയും, ബാറക് മോർ സ്തോമിൻ ഗാലോസ് കുറിയലായസൻ കുറിയലായസൻ കുറിയലായസൻ. ഇത്രയും പറയാതെ അദ്ദേഹം സമ്മതിക്കില്ല. എൻ്റെ കാരണമായിട്ട് പറയുന്നത്, ഈ കുറിയലായസോൻ എന്ന് പറയുന്നതിന് വളരെ അർത്ഥമുണ്ട്. ഇതിനു മുമ്പ് ചൊല്ലിയ പ്രാർത്ഥനയും ഇതിന് ശേഷം വരുന്ന പ്രാർത്ഥനയും കേട്ട് ഞങ്ങളോട് ഉത്തരവരുളണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിനു മുമ്പ് ചൊല്ലിയ വിശ്വാസ പ്രമാണം അതൊരു പ്രാർത്ഥനയാണ്, അതേസമയം അതൊരു പ്രതിജ്ഞയും കൂടിയാണ്. ഇനിയിപ്പോൾ ഈ ഞാൻ എഴുതിയിരിക്കുന്ന വിശ്വാസ പ്രമാണത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം, ഞാനതിന്
മറുപടി നൽകാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.